ഹലോ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ ഫ്രഷ് ആവാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും മാത്രമായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഫസ്റ്റത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ടൈഗർ ടോപ്പിയിലേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈം ആകുമ്പോഴേക്ക് എല്ലാവരും പിന്നെ ലോബിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ തായ്ലൻഡിൽ നമ്മൾ ഓരോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അധികം ഈ ടൈഗറിന്റെ കൂടെ നിന്നുള്ള ഫോട്ടോസ് ഒക്കെ കാണാമല്ലോ. അപ്പം ഇന്നത് ആദ്യമായിട്ട് നേരിട്ട് ടൈഗറിനെ കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഒരു കാര്യം വിട്ടു, ഇതാണ് നമ്മുടെ ടൂർ ഗൈഡ് വിക്കി. സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പിൽ എന്താ പറയുക, ഈ ത്രൂ ഔട്ട് ദ ജേണി നമ്മൾ എൻജോയ് ചെയ്യിപ്പിച്ച ഒരാളായിരുന്നു. ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോഴും അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് നമ്മുടെ വിക്കി ആയിരുന്നു. അങ്ങനെ അവിടെ എത്തി വിക്കി ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മളിതാ ഓരോരുത്തരായിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഫാമിലി ആയിട്ടും എടുക്കും, നമ്മൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുക. അങ്ങനെ ഞാൻ ഏട്ടനും കൂടെ എടുത്തിട്ടുള്ള 1-2 ഫോട്ടോസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് നമ്മളെ പുലിക്കുട്ടിക്കോ സിംഹക്കുട്ടിക്കോ ആണോ എന്നറിയില്ല, നമ്മളെ മടിയിൽ ഇരുത്തിയിട്ട് അവർ പാൽക്കുപ്പിയൊക്കെ തന്നിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് നമ്മൾ ഭാഗത്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരും പോയിട്ടുണ്ടായില്ല, ചില ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ച് നമുക്ക് പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലായിരുന്നു കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടായി. നന്നായിട്ട് വിശക്കണുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മുടെ നാട്ടിലത്തെ അതേ ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ, നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി. ഫസ്റ്റത്തെ ഡേയിൽ ലഞ്ച് വന്നിട്ട് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അവിടെ പോയപ്പോഴാണ് ലൈവായിട്ട് എന്താ പറയുക, പുഴുവിനും പഴുതാരും ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഫുഡ് സ്ട്രീറ്റിലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ് ഇവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈഷ്ണേച്ചിക്ക് അത് ലൈവായിട്ട് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നെക്സ്റ്റ് പാർട്ട് വരാം. അതുവരേക്കും ബൈ.